ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവരെന്താണ് നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി കടന്നു വരാനായിട്ട് നെക്സ്റ്റ് ആയിട്ട് പോകുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ഡീപ്പ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ്, അതുപോലെ അവരുടെ ഒരു പേര് മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക, അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക, നല്ല നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓറ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിരിക്കാം. കുറച്ച് കൂടുതൽ നാളുകളുമായിട്ടുണ്ടായിരിക്കാം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അകന്നു നിൽക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബന്ധത്തില് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും കൂടുതലായിട്ട് ഭംഗിയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ഒരേപോലെ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതലായിട്ട് സക്സസ് ആവുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു സ്നേഹം അല്ലെങ്കിൽ കെയറിങ് അല്ലെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിരുന്ന അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ട് ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് പോലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈഫ്, സന്തോഷം, അവരുടെ ഒരു പ്രസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ടേക്ക് പോയ വ്യക്തികളായിരിക്കാം നിങ്ങളുടേത്. പക്ഷേ ആ ഒരു അതേ രീതിയിലുള്ള കെയറിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ കൂടെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏതൊരു റിലേഷൻഷിപ്പും സക്സസിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പാർട്ട്ണറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പരിചയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ആദ്യ കാലങ്ങളിൽ വന്നിരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെങ്കിലും ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, എക്സ്ട്രാ മെറിറ്റൽ, നിങ്ങളുടെ എന്ത് രീതിയിലാണോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് ആ ഒരു സ്നേഹത്തിന്റെ ഒരു ഡെപ്ത് അനുസരിച്ചിട്ട് ആദ്യ കാലങ്ങളിൽ വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തില് ഒരു ജെന്യൂനിറ്റി കാണിച്ച് മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണ്. അപ്പൊ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകവേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തേർഡ് സിറ്റുവേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒന്നിലധികം വ്യക്തികളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരുപാട് വ്യക്തികളുടെ സ്വാധീനം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് കിണറ്റിലേക്ക് ചാടുക പിന്നീട് കയറാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് എടുത്തു ചാടിയ വ്യക്തികളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴേക്കും ഒരു നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബന്ധം എല്ലാ രീതിയിലും അകന്ന് മാറി നിൽക്കാനുള്ള ഒരു കാരണമായിരിക്കുന്നത്.
അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു എനർജി ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഇതിനകത്തേക്ക് യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ട് എന്നതുപോലെ ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞു. മാനസികപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഇപ്പോഴും നിങ്ങളും പല സമയങ്ങളിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാത്രം ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 24 hours ഇതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, ഈ ഒരു രീതികൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് മാറ്റം വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടേതായ ഒരു കാര്യങ്ങള്, നിങ്ങളുടേതായ ജോലി, നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടേതായ ചെറിയ ചെറിയ സന്തോഷങ്ങള്, ഇതൊക്കെ തന്നെ നിങ്ങൾ കണ്ടെത്തി മനഃപൂർവ്വം തന്നെ നിങ്ങൾ അതിന്റെ പുറകെ പോയി കണ്ടെത്തി മുന്നോട്ടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എത്രത്തോളം നിങ്ങൾ ഇതിന്റെ പുറകെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ള് കൊണ്ടിട്ട്, അല്ലെങ്കിൽ നെഞ്ചിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു വിങ്ങലാണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പ്രസൻസിന്, അല്ലെങ്കിൽ അവരുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഇപ്പോഴും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ തന്നെയാണ്. ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ, അവർ ആ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി ആണോ, അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് മാനിഫെസ്റ്റേഷൻ തന്നെ, മജീഷ്യൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തീർത്തും ഒരു ഏകാന്തമായിട്ട് നിൽക്കുന്ന അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഏത് സാഹചര്യത്തിൽ നിങ്ങളെ ഇട്ടിട്ട് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുമ്പോൾ അവർ തീർത്തും ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒറ്റപ്പെട്ട് എന്ന് പറയുന്നത് അവരുടെ കൂടെ അവരെ സ്നേഹിക്കുന്ന വ്യക്തികളോ, അല്ലെങ്കിൽ അവർ ഏത് സാഹചര്യത്തിലേക്കാണോ പോയത് ആ ഒരു വ്യക്തികളുടെ പ്രസൻസോ ഒന്നും തന്നെ കൂടുതലായിട്ട് ഇപ്പൊ അവരിൽ കാണുന്നില്ല. അവര് മാനസികമായിട്ട് തീർത്തും ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഈ ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഈ ഒരു വേദന എന്നൊക്കെ പറയുന്ന അവരുടെ ഈ ഒരു ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ അവരെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ആഴത്തിൽ ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ കൈവന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ചിന്താഗതി മാറിയിരിക്കുന്നു, കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുന്നു. അവർക്ക് മറ്റുള്ളവരോടുള്ള ഒരു സമീപനം പോലും, അതിൽ പോലും വ്യത്യസ്തത കൈവന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു എല്ലാവരുടെയും മുമ്പിൽ ഒരു മാന്യത, അല്ലെങ്കിൽ ആ ഒരു രീതി, ആ ഒരു എന്താ പറയാ, ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു ലിമിറ്റ് വിട്ട് താഴത്തേക്ക്, അവരുടേതായ ഒരു കാര്യങ്ങൾ വിട്ട് താഴത്തേക്ക് ഒട്ടും പോകാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. എന്നാൽ ഈ ഒരു സമയത്ത് ഇപ്പൊ അവരുടെ ഈ ഒരു തകർച്ച ഈ ഒരു രീതിയിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറിൽ പോലും ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അവരിപ്പോ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ എല്ലാം തന്നെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനും, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനും, പഴയതുപോലെ തന്നെ അവരുടെ ജീവിതം ഒന്ന് സക്സസിലേക്ക് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അവരുടെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ തന്നെ. അതോടൊപ്പം തന്നെ അവരിവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിലേക്ക് പൂർണ്ണമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അവർ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ആ ഒരു ഓർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ അവർക്കിപ്പോ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അവർ നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ ആ ഒരു സാമീപ്യം, നിങ്ങളുടെ ആ ഒരു കെയറിങ്, ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഓർത്തോർത്ത് എടുക്കുകയാണ്. അവരുടെ ഈ ഒരു ഒഴിവ് സമയങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഏകാന്തമായ സമയം എന്ന് പറയുന്നത് അവർക്കിപ്പോ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മൈൻഡിലുള്ളത്. പക്ഷെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു കെയറിങ്ങും എല്ലാം തന്നെ വരുമ്പോൾ, അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ, അതോടൊപ്പം തന്നെ അവർക്ക് വളരെയധികം ഭയം തോന്നുന്നതായിട്ടും കാണുന്നുണ്ട്. അവർ ആരെയോ ഭയക്കുന്ന ഒരു എനർജി നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് സിറ്റുവേഷനെ. അപ്പൊ ഈ ഒരു തേർഡ് സിറ്റുവേഷനെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഭയക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന, ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വന്ന ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത്. അപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നതിൽ ചിലപ്പോൾ നിങ്ങളൊരു ഫാമിലി ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോയ വ്യക്തികളാവണം എന്നുമില്ല. ഇനി അല്ല, നിങ്ങളൊരു ഫാമിലി ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു
ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി തന്നെ അതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം. അപ്പൊ ഏത് രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നമുക്കിവിടെ നോക്കുമ്പോൾ തേർഡ് സിറ്റുവേഷൻസിനെ കാണുന്നുണ്ട്. അതും ഒരു വ്യക്തികൾ മാത്രമല്ല, ഒന്നിലധികം വ്യക്തികൾ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ഒരു ബന്ധത്തിനെ എതിർക്കുന്ന വ്യക്തികളായിരിക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു ലവേഴ്സ് ആയിട്ട് നിൽക്കുന്ന, ഒരു വിവാഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ഫാമിലി അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സൺ ഒറ്റച്ചാട്ടത്തിന് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയവരായിരിക്കാം. പക്ഷേ അവർക്ക് അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കാനായിട്ട് എന്തായാലും പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫ് അവരുടെ ആണ് എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. എത്രത്തോളം ഫാമിലിയിലേക്ക് പോയി നിന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കാലപരിധി ഉണ്ട്. ലൈഫ് എപ്പോഴും, അതായത് ജീവിതം എപ്പോഴും അവനവന്റെ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു സ്വന്തം ലൈഫിൽ വൈഫ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു പാർട്ട്ണറിന്റെ കൂടെയാണ് ലൈഫ് ലോങ് ജീവിക്കേണ്ടതെന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ അവർ മനസ്സുകൊണ്ട് ഭയക്കുന്നുണ്ട്. ഏത് രീതിയിൽ ഇതിനെ പുറത്തേക്ക് കടക്കും എന്നുള്ള ഒരു അറിവില്ലായ്മ, അതോടൊപ്പം നിങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ഭയവും, നിങ്ങൾ ഏത് രീതിയിൽ സ്വീകരിക്കും എന്നുള്ളതും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു തടവറ പോലെയാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ, അവരുടേതായ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ ഒരു പ്രസക്തി ഇല്ലാതെ നിൽക്കുന്നു. ഒരു സമയത്ത് നിങ്ങളുടെ വാക്കുകൾക്ക്, കാര്യങ്ങൾക്ക് ഒന്നും തന്നെ ഈ ഒരു വ്യക്തി യാതൊരു പ്രാധാന്യവും നൽകാത്ത വ്യക്തികളാണ്. ഇവരായിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നതും തീരുമാനമെടുത്തിരുന്നതും. എന്നാൽ ഈ ഒരു സമയത്ത് ഇവരുടെ ഒരു വാക്കുകൾക്കോ ചിന്തകൾക്കോ ഒന്നും തന്നെ യാതൊരു വാല്യൂവും ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇവര് മൊത്തത്തിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് സ്വന്തമായിട്ട് ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മറ്റൊരാളുടെ അധീനതയിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാനസികപരമായിട്ട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻസിനെ ഒക്കെ തന്നെ അവരായിട്ട് തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കാരണം സ്വന്തമായിട്ട് തന്നെയാണല്ലോ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എടുത്ത് ചാടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റാരോടും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ആകെപ്പാടെ പറയാനുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്താണ്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിനെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിന് ഒരു റീബർത്ത് ഉണ്ടാവണം എന്നാണ്. പൂർണ്ണമായിട്ടും ഡെത്ത് ആയി പോയ ഒരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷേ ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു വ്യക്തി പോയത്. നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ പോയിട്ടും എന്നിട്ട് ഇവർ നിങ്ങളെ ഒട്ടും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളും വിചാരിച്ചു കാണണം ഇനി എന്തായാലും ഈ ഒരു പേഴ്സൺ വരില്ല എന്ന്. എങ്കിലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു കോണിൽ നിങ്ങളുടെ അടുത്ത് ഈ ഒരു യൂണിവേഴ്സ് ഇരുന്ന്, അതായത് ഈ ഒരു ബന്ധത്തിന് ഒരു നിലനിൽപ്പ് മുന്നോട്ടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത് പോവുകയില്ല. അപ്പൊ ആ ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തോട്ട്സ് എല്ലാം മാനിഫെസ്റ്റ് ആവുന്ന ഒരു സമയം, ഈ ഒരു ബന്ധത്തിന് ഒരു റീബർത്ത് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നമുക്ക് 3 ഓഫ് സോഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം നിലച്ചുപോയ ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കെ ഉറക്കെ കരയുന്ന ഒരു എനർജിയാണ്. അവർ നെഞ്ചു പൊട്ടി കരയുന്നു, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം നിങ്ങളുടെ വാല്യൂ മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇവരുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇവർക്ക് പ്രതികരിക്കാനോ ചലിക്കാനോ ഒന്നും കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഒരു ബന്ധനസ്ഥനായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ബന്ധനസ്ഥയായി നിൽക്കുന്ന ഒരു അവസ്ഥ. സ്വന്തം തീരുമാനങ്ങളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് പറയാനായിട്ട് സാധിക്കാതെ ഒരു കെട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് എല്ലാ രീതികൾക്കും തീരുമാനങ്ങൾ എടുത്ത് ഒരു നല്ല രീതിക്ക് സമൂഹത്തിൽ, ഒരു സോഷ്യൽ എന്നൊക്കെ പറയുന്നത് സൊസൈറ്റിയിൽ വളരെയധികം നല്ല രീതിക്ക് നിന്നിരുന്ന ഒരു വ്യക്തി അവരുടേതായ ഒരു എടുത്തുചാട്ടത്തിന്, അല്ലെങ്കിൽ അവരുടേതായ ഒരു തെറ്റ് പറ്റിയതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പൂർണ്ണമായിട്ടും ഡൗൺ ആയിട്ട് പോയി, അല്ലെങ്കിൽ വളരെയധികം താഴേക്ക് പോയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മനസ്സിന്റെ വേദന ഈ ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് തിരിച്ചടിയായിട്ട് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരിപ്പോ ആകെപ്പാടെ ഒരു ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. എല്ലാ രീതിക്കും ഒരു നെഗറ്റീവ് എനർജീസ് ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എല്ലാം തന്നെ പുറമേ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഇവരെ വളരെയധികം ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ എല്ലാ നല്ല കാര്യങ്ങളും അവരിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് ഓരോ നിമിഷവും നഷ്ടമായി കൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് ഫിനാൻഷ്യലി കാര്യങ്ങളാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മാനസികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാ രീതിക്കും ഇവർ ഓരോ ദിവസം ചെല്ലുന്തോറും താഴെ താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
ഇനിയും ഈ ഒരു ഭാരം ചുമക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ദുഃഖഭാരം ഇനിയും ചുമന്ന് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നേടാനോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിനെ നല്ല രീതിക്ക് എത്തിക്കുവാനോ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ചാട്ടത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒറ്റച്ചാട്ടത്തിന് എടുത്ത് ഒരു കിണറ്റിലേക്ക് ചാടി. ഇപ്പൊ അവിടെ നിന്നും കയറാൻ പറ്റാത്തൊരവസ്ഥ. ചാടിയ ചാട്ടത്തിൽ ഒരുപാട് സന്തോഷിച്ചു. എല്ലാ കാര്യങ്ങളും നേടാനായല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന person ഇവരുടെ life ൽ ഒരു value ഇല്ലാത്ത ഒരാളാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടാൽ ഇവർക്ക് ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എല്ലാം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും. ഒരുപക്ഷേ ഈ ഒരു person കുറച്ചധികം ഒരു സാമ്പത്തികപരമായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു എന്താ പറയാ കാണാനൊക്കെ നല്ല വ്യക്തികളായിരിക്കാം. എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തികളായിരിക്കാം. ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവരെ എല്ലാവരും attract ചെയ്യും. ആ ഒരു രീതിയിലുള്ള വ്യക്തികളായിരിക്കാം. ആ ഒരു confidence ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു confidence ന്ന് ഉയർത്തിയിട്ട് ഒരു അഹങ്കാരം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ego ഇവരുടെ തലയ്ക്ക് പിടിച്ച ഒരു രീതിയിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങൾ എന്ന് പറയുന്ന person ഇവരുടെ life ൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല എന്നൊരു ചിന്ത അവരെ കൊണ്ട് ചിന്തിപ്പിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവർ പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോ അവർ നിൽക്കുന്ന ആ ഒരു situation അവർക്ക് ഒരു രീതിയിലും താങ്ങാനായിട്ടോ അല്ലെങ്കിൽ അവിടെ അവർക്ക് adjust ചെയ്ത് പോവാനായിട്ടോ ഒട്ടും തന്നെ പറ്റുന്നില്ല. അവർക്ക് ഇതിൽ നിന്നൊന്ന് move on ആവണമെന്ന് വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അവര്. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ manifest ചെയ്തുകൊണ്ടിരിക്കുന്നതും. നിങ്ങളുടെ ഒരു presence ഇവർക്ക് അത്രത്തോളം ഒരു happiness നൽകിയിരുന്ന വ്യക്തികൾ തന്നെയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു transformation ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഈ ഒരു person ന്റെ ചിന്താഗതി. ഇവരുടെ situations നമുക്ക് ഈ ഒരു രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ relationship ന്റെ കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഈ ഒരു person ന്റെ ചിന്തകൾ എന്ന് പറയുന്നത് ഇവർക്ക് എന്തായാലും ഈ ഒരു ബന്ധം വേണം അല്ലെങ്കിൽ നിങ്ങളെ ഇവർക്ക് വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള risk എടുക്കുവാനും നിങ്ങളുടെ person ഇപ്പോൾ തയ്യാറാകുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുവരെ ഇവർക്ക് ആ ഒരു situation ഇവരുടെ life ലേക്ക് വന്നപ്പോൾ ഇവർ ഒരു voice ഉം ഇല്ലാതെ ചാടി പുറപ്പെട്ട് അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവർ ഇതിനെയൊക്കെ എതിർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പോയി നിന്നിട്ട് അവിടെ നിന്ന് അവർക്ക് ഒരു രീതിയിലുള്ള സന്തോഷവും സമാധാനവും ഒരു life എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ happiness എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വേണ്ടത് സന്തോഷവും സമാധാനവും തന്നെയാണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ അതിനേക്കാൾ കൂടുതൽ മറ്റു പല കാര്യങ്ങൾക്കും value നൽകിയാണ് പോയതെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പോൾ അവിടെ നിന്ന് മറ്റു പലതും ലഭിച്ചെങ്കിൽ പോലും സന്തോഷവും സമാധാനവും ഒന്നും തന്നെ ഇവരുടെ life ൽ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഒരു തിരിച്ചറിവ് ഇവരെ വളരെയധികം ദുഃഖഭാരത്തിലേക്ക് ആഴ്ത്തി അല്ലെങ്കിൽ ഒരു depression stage ലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു depression stage ൽ നിന്ന് എത്രയും വേഗം പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ person എന്ത് risk എടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പൊ ഈ ഒരു energy ൽ ഇവർ നിൽക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ universe ആയിട്ട് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ relationship ലേക്ക് അടുത്തതായിട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ the wheel of fortune ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. unexpected ആയിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വഴിത്തിരിവ് നിങ്ങളുടെ life ലേക്ക് സംഭവിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവാണ് ഈ ഒരു universe ആയിട്ട് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു person നെ കൊണ്ട് തന്നെ initiative എടുപ്പിക്കുക എന്നുള്ളത് ഈ ഒരു universe ന്റെ ഈ ഒരു പ്രപഞ്ചത്തിന്റെ തീരുമാനമായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവരായിട്ടാണ് നിങ്ങളെ cheat ചെയ്തിട്ട് പോയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷമായിരിക്കാം ഒരുപക്ഷേ ഈ ഒരു person നിങ്ങളുടെ life ൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ ഒരു കാര്യം face ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ആ ഒരു സമയത്ത് മറ്റു വ്യക്തികളുടെ വാക്ക് കേട്ടിട്ട് ഇപ്പൊ family യുടെ ആണെങ്കിലും ഇനി അല്ല മറ്റൊരു വ്യക്തി എന്ന് പറയുന്ന third party situation എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഈ ഒരു person നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ life ൽ നിന്ന് ഇറങ്ങി പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല ഈ ഒരു third situation ന്റെ real ആയിട്ടുള്ള ഒരു character അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഇവരെ cheat ചെയ്യുകയാണെന്നുള്ള ഒരു ചിന്തയൊക്കെ ഇവർ കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ ഒരു ഭാരം താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു situation ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ person തയ്യാറല്ല. അപ്പൊ ആ ഒരു തയ്യാറല്ലാതെ ആ ഒരു രീതിക്ക് ഈ ഒരു decision ലേക്ക് ഇവരെ എത്തിക്കുക അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഒരു strong ആയിട്ടുള്ള person ആയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ strong ആയിട്ടുള്ള ഒരു person ആയിട്ട് വന്നിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഈ ഒരു പ്രപഞ്ചത്തിന്റെ തീരുമാനമായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ person ആ ഒരു transformation period ലൂടെ പൂർണ്ണമായിട്ടും ഈ ഒരു ദുഃഖഭാരവും ചുവന്നിട്ട് ഇപ്പൊ അത് എത്രയും വേഗം മാറ്റം വേണമെന്ന് ഇവരായിട്ട് തന്നെ ആഗ്രഹിച്ച് ഈ relationship ന്റെ കാര്യത്തിലേക്ക് ഒരു rebirth ന് വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ risk എടുത്ത് തീരുമാനമെടുക്കുകയാണ്.
ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവര് നിങ്ങളെ ഒരുപാട് manifest ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഇവര് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ഇവരിലേക്ക് അടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ മറക്കാൻ പാടില്ല. ഇപ്പൊ ഇവർക്ക് ഉള്ളിൽ ഒരു പേടി എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങാനും വിട്ടുപോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയി തുടങ്ങിയിട്ടുണ്ടോ, ഈ ഒരു ചിന്തകളൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ relationship എന്ന് പറയുന്നത് break ആയിട്ട് ഒരു പക്ഷെ കുറച്ച് നാളുകളായി കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകുമോ? എന്നാൽ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഇവർക്കൊരു ചിന്തയുണ്ട്, ഇവരോടുള്ള ഒരു സ്നേഹം. നിങ്ങളുടെ ഒരു ഇവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒരു സ്നേഹം തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു person നെ പൂർണ്ണമായിട്ട് വിട്ടു പോകില്ല എന്നുള്ള ഇവരുടെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ ഒരു റിസ്ക് എടുത്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു person നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഫോൺസ് ആണ് വന്നിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു person ഇനി ഒട്ടും സമയം കളയാനില്ല എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് ജസ്റ്റ് മൂവ് ഓൺ ആയിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്നു തുടങ്ങിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു person ൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെ unexpected ആയിട്ട് തന്നെ ഒരു മെസ്സേജോ ഒരു കോളോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ നേരിട്ട് പോലും കാണാൻ വരാനുള്ള ഒരു സാധ്യതകളും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു person ന്റെ ഒരു സാമീപ്യം ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇവരുടെ ഒരു മാറ്റം, ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി കിട്ടി തന്നെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ person ന് ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഒരു വൈഫ് എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വേദന, ഇപ്പൊ അല്ല നിങ്ങൾ ലവേഴ്സ് ഒരു കമ്മിറ്റഡ് ആവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഡെപ്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് ഇവരായിട്ട് തന്നെ പിടിച്ചു കൊണ്ടുവന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രത്തോളം പിന്മാറാൻ ശ്രമിച്ചിട്ടും ഇവരായിട്ട് തന്നെ നിങ്ങളെ ബലത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം കൺവിൻസ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പിടിച്ചു കൊണ്ടുവന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനകത്തേക്ക് എത്തി ഇവർക്ക് വേണ്ട സ്നേഹം കെയറിങ് എല്ലാം തന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിനെ തല്ലിക്കെടുത്തിയിട്ട് അത്രയും വലിയൊരു വേദന തന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചാടി ഓടി മറിഞ്ഞു പോയവരാണ് ഇവരെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇവർ അതിനുള്ള ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി ഇവരുടെ ലൈഫിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും അനുഭവിക്കാനായിട്ട് പറ്റില്ല എന്നൊരു ചിന്ത ഇവരിൽ വന്നപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെ ഒരു തിരിച്ചറിവും തിരിച്ചടിയും എല്ലാം നേരിട്ടിട്ട് ഇവരായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു തീരുമാനത്തിന് വേണ്ടി തന്നെയായിരിക്കാം. കാരണം ഒരുപാട് നിങ്ങൾ പുറകെ നടന്ന വ്യക്തികളായിരിക്കാം. ഇനിയും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവുകയില്ല. ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ലവ് കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അത് പുറത്ത് കാണിക്കുന്നില്ല. മറ്റാരുടെ അടുത്തും നിങ്ങൾ അത് ഷെയറും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന പോലെ തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു വഴിത്തിരിവ് എന്ന വണ്ണം ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്വന്തമാക്കുക, ഈ ഒരു ബന്ധത്തിന് ഒരു റീബർത്ത് കൊണ്ടുവരിക, എല്ലാ രീതിക്കും നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പകുത്ത് നൽകുക എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ് ഇവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർക്ക് വേണ്ടത്. നിന്നുപോയി അല്ലെങ്കിൽ നിറം മങ്ങിപ്പോയി പൂർണ്ണമായിട്ടും അവസാനിച്ച ഈ ഒരു ബന്ധത്തിനെ സണ്ണാണ് സക്സസിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ മനോഭാവത്തോടു കൂടി തന്നെയാണ്, അതായത് അത്രത്തോളം ഹൃദയം ശുദ്ധീകരിച്ചിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു വന്ന ഒരു വ്യക്തികളായിട്ട് അത്രയും ശുദ്ധമായ ഒരു മനസ്സോടുകൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സ്റ്റാർട്ടിങ് കൊണ്ടുവന്നിട്ട് അതിലൊരു സക്സസ് സണ്ണാണ്. സൺ എന്ന് പറയുമ്പോഴേക്കും അത്രത്തോളം ജ്വലിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എത്തിക്കണം എന്നാണ് ഇവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വഴിത്തിരിവിലൂടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇത്രയും നാളുള്ള നിങ്ങളുടെ ഒരു കാത്തിരിപ്പിനുള്ള ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ജസ്റ്റിസ് ആണ്. നിങ്ങൾക്ക് നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. അതായത് തിന്മയുടെ മുകളിൽ നന്മയ്ക്ക് ഉള്ള ഒരു വിജയം എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഒരു നന്മയുടെ മുകളിൽ തിന്മ ഒരു സമയത്ത് വിളയാടി എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പിന്റെയും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ധൈര്യത്തിന്റെയും തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത്.
നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന ആ ഒരു തിന്മയുടെ മുകളിലെ നിങ്ങളുടെ ഒരു നന്മയുടെ വിജയമാണ് നിങ്ങൾ കൈവരിക്കാനായിട്ട് പോകുന്നത്. അത്രത്തോളം ഒരു വിജയം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അതായത് നേടാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരിക, നീതിപൂർവമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അർഹമായ ഒരു നീതി നടപ്പിലാക്കാൻ തന്നെയാണ് ഈ ഒരു വ്യക്തി വരുന്നത്. ഇവര് ചെയ്ത തെറ്റുകളെല്ലാം തന്നെ നിങ്ങളോട് ഏറ്റുപറയുക, നിങ്ങൾക്ക് അർഹമായ നീതിയും ന്യായവും നിങ്ങൾക്ക് നടപ്പിലാക്കി ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു സക്സസിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ആ ഒരു തീരുമാനത്തിന് എല്ലാ രീതിക്കും ഈ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ അത്രത്തോളം അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സമയം, ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും കണ്ണ് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു രീതിക്ക് ഇവിടുന്ന് ചലിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത്രയും നാൾ ഇവർ ഇവിടെ നിന്നെങ്കിൽ ഇനി ഇവര് ആ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഈ ഒരു കൈ ഇവർക്കായിട്ട് തന്നെ അഴിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവർ ഇത്രത്തോളം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണോ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവർക്ക് റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു മാനിഫെസ്റ്റേഷൻ, ഇവരുടെ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ ടൈം, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അർഹമായ ഒരു ഡിവൈൻ ടൈം എത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഒരു റിസ്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുനർജന്മം നൽകണമെന്നും ആ ഒരു രീതിയിലേക്ക് ഇവരായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് ഇവർ തിരിച്ചെത്തുകയാണ്. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് ഒരു എല്ലാ രീതിക്കുമുള്ള ഒരു പുതിയ തുടക്കം, ഒരു പുതുനാമ്പുകൾ ഇട്ട് പുഷ്പിക്കുന്ന ഒരു ചെടി. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പ്രണയം, അത്രത്തോളം ഒരു പ്രണയം, ആത്മാർത്ഥത നിറഞ്ഞ നന്മ നിറഞ്ഞ ഒരു പ്രണയം തന്നെയാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് നിറഞ്ഞു നിൽക്കുന്നത്. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. again നമുക്ക് two of cups വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു കൈ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് അർഹമായ ഒരു പ്രണയം നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് four of wands ആണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരിക എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഒന്നുകൂടെ സ്ട്രോങ് ആക്കുക. നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മാരേജിലേക്കൊക്കെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് പൂർണ്ണമായിട്ടും തരിക. നിങ്ങൾ ഏത് റിലേഷൻഷിപ്പ് ആണോ മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത്രത്തോളം ആ ഒരു ഡെപ്തിലേക്ക് വീണ്ടും ആ ഒരു ബന്ധത്തിനെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ട് കാണുന്നത്. ആ ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു വഴിത്തിരിവ് ഈ ഒരു വ്യക്തിയെ കൊണ്ട് എത്തിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുന്നത്. ടെൻ ഓഫ് കപ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഒരു ഫാമിലി എനർജിയാണ്. അത്രത്തോളം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് അനുഭവയോഗ്യമാവാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം ഒരു രീതിയിലും ഒരു തരി പോലും തുളുമ്പി പോകാതെ ഈ ഒരു പേഴ്സൺ അത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എത്ര റിസ്ക് എടുക്കാനും ഇവർ തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ടി പടപൊരുതി ജയിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ നിൽക്കുന്നത്. കാരണം അവർക്കൊരു ജഡ്ജ്മെന്റ്, ഒരു പുനർജന്മം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വേണം. ഇവർക്കും ഒരു പുനർജന്മം വേണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുനർജന്മം വേണമെന്ന് ഇവർ അത്രത്തോളം മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് ആയിട്ട് ഇന്നത്തെ എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. തേർട്ടി 38 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. കെ എന്നൊരു ലെറ്റർ, ആയില്യം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, വി വന്നിട്ടുണ്ട്, 25 ആർ എന്നൊരു ലെറ്റർ, 37 വന്നിട്ടുണ്ട്, എൻ വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്, സ്കോർപിയോസ് വന്നിട്ടുണ്ട്, ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ഉത്രട്ടാതി, ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട്, 1972, അത്തം നക്ഷത്രം, ജി എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ, ഏപ്രിൽ എന്നൊരു മന്ത്, ജെ എന്നൊരു ലെറ്റർ, 44, ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്,
എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അശ്വതി. മകയിരം വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് അഗൈൻ വന്നിട്ടുണ്ട്. 30. രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഉത്രം. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം. ഒരെണ്ണം കൂടെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നേ. പൂരം എന്നൊരു സ്റ്റാർ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷൻസും റിലേഷൻഷിപ്പും എല്ലാം തന്നെ ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.